ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു പി സ്നേഹികളായിട്ടുള്ള ഊപ്പിയിലേക്ക് പോകണം, ഊപ്പിയിലേക്ക് നോക്കൂ, ഊപ്പിയെ പോലെ കേരളം വികസിക്കണം എന്നൊക്കെ പറയുന്ന എല്ലാ ചാണകങ്ങളും കൃത്യമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഇതെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലെ കുറച്ചല്ല, സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു പാല് തയ്യാറാക്കുന്ന വിധമാണ്. ഒരു വലിയ ബക്കറ്റിൽ കുറേ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ആ പച്ചവെള്ളത്തിലേക്ക് 1/2 ലിറ്റർ പാലാണ് വെട്ടിയിട്ട് ഒഴിക്കുന്നത്. 1/2 ലിറ്റർ പാല് ആ വെള്ളത്തിലേക്ക് കലർത്തി നേർപ്പിച്ച് ഒരു പാലല്ല കേട്ടോ, പാലും വെള്ളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ അംഗനവാടികളിൽ, സ്കൂളുകളിലൊക്കെ കൊടുക്കുന്ന ഭക്ഷണക്രമങ്ങളും ആ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു സുഭിക്ഷമാണ്, അല്ലെങ്കിൽ എന്തൊരു അഭിമാനത്തോടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. അതേ സമയത്ത് ഇത്ര വലിയ കരഘോഷമുള്ള, കൊട്ടിഘോഷിക്കുന്ന ആ സംഘികളുടെ യുപിയിൽ അവിടെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പാല് എന്ന് പറയുന്നത് പാലല്ല, വെറും പച്ചവെള്ളമാണ്. ഏകദേശം ഒരു വലിയ ചെമ്പിൽ പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചിട്ട് ഇനി അതൊരു കലക്കലുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. നോക്കൂ, ആ സ്ത്രീ അതിന് കലക്കുന്നു. ആ പാവം കുട്ടികൾ ഇതാണ് മിൽക്ക്, ഇതാണ് പാല് എന്ന് വിചാരിച്ചിട്ട് ആ പാവം കുഞ്ഞുങ്ങൾ അതും വാങ്ങിച്ചു പോയി കുടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തൊരു ദുരന്തമാണ് ആലോചിക്കുക. മിഡ് ഡേ മീൽ ഷോക്ക്, 2.5 ലിറ്റർ മിൽക്ക് പാക്കറ്റ്സ് diluted in a bucket of water served to children in UP school. ഇത് ഞാൻ ഉണ്ടാക്കിയ കള്ളക്കഥയാണ്, മറ്റുമായിട്ടും ആരും വരണ്ട കേട്ടോ. 2.5 ലിറ്റർ പാല് ഒരു വലിയ ചെമ്പ് വെള്ളത്തിലാണ് കലക്കിയിട്ടാണ് അവിടെയുള്ള പാവം കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ഇതാണ് ഇവരൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്ന ആ ഒരു മഹത്തായ യുപിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ദൃശ്യം മാത്രമല്ല, നിങ്ങളൊക്കെ കാണേണ്ട ദൃശ്യങ്ങൾ ഇനി അവിടെ ഉണ്ടെന്നുള്ളതാണ്. അടുത്തൊരാളെ വർത്തമാനം. And if you are with Modi, you are with India. If you are not with Modi, you are anti-India. That's it. കണ്ടോ, അതിഗംഭീരമായ കയ്യടികളാണ് അവിടെ ഉയർന്നത്. അതിഗംഭീരമായിട്ടുള്ള കയ്യടിയാണ്. ഈ കയ്യടിക്ക് വേണ്ടിയിട്ട് ഈ ചെങ്ങായി പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ? ഇഫ് യു ആർ വിത്ത് മോദി, യു ആർ വിത്ത് ഇന്ത്യ. നിങ്ങൾ മോദിയോടൊപ്പമാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയോടൊപ്പമാണ്. നിങ്ങൾ മോദിയോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ വിരുദ്ധരാണ്. നമുക്ക് ഇതിനൊന്ന് വേറെ രീതിയിലേക്കൊന്ന് മാറ്റിപ്പിടിച്ചേക്കാം. നിങ്ങൾ പിണറായി വിജയനൊപ്പമാണെങ്കിൽ നിങ്ങൾ കേരളത്തിനൊപ്പമാണ്. നിങ്ങൾ പിണറായി വിജയനൊപ്പമല്ല എങ്കിൽ നിങ്ങൾ കേരളീയനേയല്ല. നിങ്ങൾ കേരളത്തിൽ നിന്നൊക്കെ പുറത്തു പോകണം. തമിഴ്നാട്ടിലോ ഉത്തരേന്ത്യയിലോ ബംഗ്ലാദേശിലോ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നിങ്ങൾ താമസിച്ചോളി. അതായത് നിങ്ങൾ കേരളീയനാകണമെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെ വോട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിണറായി വിജയനൊപ്പമായിരിക്കണം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുക? ഓനെ പിടിച്ചിട്ട് നമ്മൾ 4 മൂല ഒട്ടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പതിക്കും, അല്ലയോ? അത് ഭീകരമായിട്ടുള്ള അരാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാക്കും. അരാഷ്ട്രീയ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാക്കും. നാണമില്ല എന്നൊക്കെ അത്തരം ആളുകളോട്, കമ്മികളെ നിങ്ങൾക്ക് നാണവും മാനമില്ലേ ഇങ്ങനെയൊക്കെ പറയാന്നൊക്കെ ചോദിച്ചു പോകും. പക്ഷേ ഈ പറയുന്ന BJP നേതാവായിട്ടുള്ള തേജസ്വി സൂര്യ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് കൈയടിക്കുന്ന ഒരു കൂട്ടം ജനത തൊട്ടപ്പുറത്തും ഉണ്ട് എങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അപകടം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതൊരു അരാജകവാദത്തിലേക്ക്, ഒരു ഏകഭരണത്തിലേക്ക്, ഒരു രാജഭരണത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. രാജാവ് എന്ത് പറഞ്ഞാലും കൈയടിക്കുക, രാജാവിനൊപ്പം നിൽക്കാത്ത ആളുകളെ മുഴുവൻ രാജ്യവിരുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക, ഈ നാട്ടിൽ വെച്ച് തന്നെ അവൻ്റെ തല കൊയ്തെടുത്ത് തീരുമാനമാക്കുക എന്നീ പറയുന്ന രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം വളരെ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. കാരണം അങ്ങനെയാണ് ഇത്തരം ആളുകളുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞിട്ടില്ല കേട്ടോ. വളരെയധികം രാജ്യസ്നേഹികളാണ്, രാജ്യത്തെ അങ്ങോട്ട് സ്നേഹിച്ച് ഒരു വിധമാക്കുന്ന ആളുകളാണ്. 3 കളറുള്ള നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഫ്ലാഗിനൊക്കെ അപാരമായിട്ട് സ്നേഹിക്കുന്നവരാണ് യുപിത്തെ ആളുകളൊക്കെ എന്നൊക്കെ നമ്മൾ നിരന്തരം കേട്ടിട്ടുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതേ സ്ഥലത്ത് ഒരു കണ്ടിട്ട് പറയാലോ. क्या बना है ये क्या लिखा है? इधर क्या लिखा है? अरे जाओ यार छोड़. നിങ്ങൾക്ക് വരെ മനസ്സിലായോ? പബ്ലിക്കായിട്ട്
പൊതുനിരത്തിൽ മൂത്രം ഒഴിക്കുക. അതെവിടെയാണ് മൂത്രം ഒഴിക്കുന്നത് മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യൻ പതാക എങ്ങാണ്ട് വരച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചുമരിൻ്റെ സൈഡിൽ പോയിട്ടാണ് ഈ മൂത്രമൊഴിക്കലൊക്കെ നടക്കുന്നതാണ്. എന്തായാലും ഇതിൻ്റെ താഴത്ത് ഈ ബ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇത് ചെയ്ത റിക്വസ്റ്റ് ദീസ് വീഡിയോസ് ഓഫ് ഹിം imply the forward as soon as possible. There's no engage such a disgraceful behavior with a trickle in India എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇതിനെ വിമർശിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് പേരൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതും നടക്കുന്നത് ഇവരൊക്കെ ഈ പാടി പുകഴ്ത്തുന്ന ഇതേ UP-യിലാണെന്നുള്ളതാണ്. അയ്യോ അത് നമ്മുടെ കേരളത്തിൽ വാർത്തയാണ്. നമുക്ക് അതിലേക്ക് ഇങ്ങനെ വല്ല എത്താം. അതിനു മുമ്പ് ഒറ്റ മിനിറ്റ് ഒരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അതെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. എന്തായാലും വീണ്ടും അത്ര വാർത്തകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇവര് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഈ രാജ്യസ്നേഹമൊക്കെ. സത്യം പറഞ്ഞ ഇവന്മാരാണ് ഏറ്റവും നല്ല രാജ്യവിരുദ്ധർ. ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം കണ്ടത് BJPയുടെ ഒരു വലിയ ഓഫീസിന് പാർക്കിംഗ് ഗ്രൗണ്ട് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് 1000 എങ്ങാണ്ടോ 2000 വർഷമൊക്കെ പഴക്കമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ക്ഷേത്രം പൊളിച്ചളഞ്ഞു എന്നതാണ്. ക്ഷേത്ര സംരക്ഷകരായിട്ടുള്ള ഇവർ തന്നെയാണ് ഒരു മടിയും കൂടാതെ അവരുടെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രം കണ്ട് പൊളിച്ചളഞ്ഞത്. അതിനെക്കുറിച്ചിട്ട് കരയുന്ന ഒരു സന്യാസിയുടെ ഒരു വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കുറേ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കണം അത് എവിടെ പോയിട്ടാണ് ഞാൻ സേവ് ചെയ്തതെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഹിന്ദുവിനെ അപ്പോൾ സുഹൃത്തുക്കളെ ബൈ.